ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കോളേജിലെ ഈ വർഷത്തെ ലേഡീസ് ചാമ്പ്യൻ ഷീലയല്ലേ? സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട്. റിയലി? യെസ്. ഓഫീസിൽ നിന്ന് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഈ സന്തോഷ വാർത്ത എന്ന് അറിയിക്കണ്ടേ? ഇപ്പൊ എവിടെ ഉണ്ടാവും? വല്ല റൗഡികളുടെയും പിന്നാലെ കാണും. എന്തായാലും എന്റെ അഭിനന്ദനം ചേട്ടനെ അറിയിച്ചേക്കൂ. അത് വേണ്ട, തമ്മി കാണുമ്പോ മിസ് എന്നെ പറഞ്ഞേച്ചാ മതി. അതിനെ ആളിനൊന്ന് കണ്ടു കിട്ടണ്ടേ? എപ്പോ നോക്കിയാലും മോട്ടോർ സൈക്കിൾ പറക്കല്ലേ. മനസ്സിലായില്ലല്ലോ? ഞാൻ ഉടുമ്പ് നാരായണൻ. കേട്ടിട്ടുണ്ട്. നിന്നെയായിരുന്നു എനിക്ക് ആവശ്യം. സാറിന്റെ ആവശ്യത്തിന് എന്നെ കിട്ടില്ല. ഈ പണം വേണമെങ്കിലും വാങ്ങിച്ചോളൂ. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിച്ചേക്കും. ഇതും ഞാൻ കേട്ടിട്ടുണ്ട്. വലിയിടങ്ങളിലൊക്കെ പിടിപാടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. എങ്കിൽ ഈ ജോലിയിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മടങ്ങുന്നതാണ് ബുദ്ധി. ആ ബുദ്ധി എനിക്ക് ആവശ്യമില്ല. മടങ്ങാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മരിച്ചാലും മടങ്ങുന്നൊരു ഉദ്യോഗം എനിക്ക് ആവശ്യമില്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? സാറേ, സാറ് ചെറുപ്പമാണ്. ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടും അധികം നാളായില്ല. ഞങ്ങൾ ഇവിടെ ഏർപ്പാട് തുടങ്ങിയിട്ട് വർഷം കുറയായി. ഇതിനിടയ്ക്ക് പലരും വന്ന് കുലുക്കി നോക്കി, പക്ഷേ കുലുങ്ങിയില്ല. പക്ഷെ ആ വന്നവരുടെ കൂട്ടത്തിലൊന്നും എസ്.ഐ. കൃഷ്ണകുമാർ ഉണ്ടായിരുന്നില്ല. അത് ഞാനാണ്. ഈ ഉടുമ്പുകാരനെ നമ്മൾ എത്രയോ പ്രാവശ്യം ജാമ്യത്തിലിറക്കി. ഇനിയും അയാൾക്ക് വേണ്ടി അളിയൻ ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അളിയ, ഇത് ഉടുമ്പുകാരന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അളിയന് എത്രയോ വലിയ ബിസിനസ്സുകളുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു വ്യാജമദ്യത്തിന്റെ ഏർപ്പാടുകൂടെ വേണോ? ഇനി അതങ്ങ് നിർത്തിക്കൂടെ?
പിന്നെ അളിയനെ ഞാൻ വിളിപ്പിച്ചത് എന്നെ ഉപദേശിക്കാൻ വേണ്ടിയല്ല. ഉടുമ്പ് നാരായണനെ ജാമ്യത്തിലിറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്തിനാണ് ഈ വേഷം കൊണ്ട് നടക്കുന്നത്? അവന് ഇന്ന് തന്നെ ജാമ്യത്തിലിറക്കാം. അളിയനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഉടുമ്പിനെ വിടാൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാ. പക്ഷെ ആ ഇൻസ്പെക്ടർ അടുക്കുന്നില്ല. ആരാ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ? ഒരു മിസ്റ്റർ കൃഷ്ണകുമാർ, പുതിയ ആളാ. ഇങ്ങനെയാണെങ്കിൽ അധികം ഭരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കാം. തൂക്കമൊന്നും അറിയണമല്ലോ. പരിചയപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഉടനെ ഉടുമ്പിന് ജാമ്യത്തിലിറക്ക്. അത് കഴിഞ്ഞ് ബാക്കി കാര്യം. ശരി. ഇതാ ജാമ്യാപേക്ഷയാണ്. ഉടുമ്പ് നാരായണനെ പോലെ വെടിവെച്ച് കൊല്ലേണ്ട സാമൂഹ്യ ദ്രോഹികൾക്ക് സ്വൈര്യമായി വിഹരിക്കാനുള്ള പരിധികൾ ഇവിടുത്തെ നിയമത്തിലുണ്ട്. പക്ഷെ അങ്ങേ പോലെ മനസാക്ഷിയുള്ള വക്കീലന്മാർ അവരെ ജാമ്യത്തിലിറക്കാൻ വരുന്നത് സങ്കടമാണ്. ഞങ്ങൾ വക്കീലന്മാർ കക്ഷികൾക്ക് വേണ്ടി വാദിക്കും, മറ്റൊന്നും നോക്കാറില്ല. നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിയമത്തിൽ എത്രയേറെ പഴുതുകൾ ഉണ്ടായാലും മനസാക്ഷിയിലും മനുഷ്യ സ്നേഹത്തിലും ഒട്ടും പഴുതുണ്ടായിക്കൂടാ. ഉപദേശിക്കുകയല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? മാരാരിക്കുളത്തായിരുന്നു. അവിടെയും ഒട്ടും മോശമല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ആരെയൊക്കെ പരിചയപ്പെട്ടു? പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അത് ശരി. എന്റെ ഒരു അളിയനുണ്ട്, മിസ് MS മേനോൻ. കേട്ടിരിക്കും. കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാമെന്നുണ്ട്. എപ്പോഴാ സൗകര്യം? അദ്ദേഹം വലിയ കോടീശ്വരനല്ലേ. കോടീശ്വരന്മാരെ പരിചയപ്പെടാൻ എനിക്ക് പേടിയാ. അതെന്താ? അവർക്ക് 100 പ്രശ്നങ്ങൾ കാണും. പലതിലും എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്നും വരും. അപ്പൊ പിന്നെ പരിചയപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നല്ലേ ഭംഗി. മിസ്റ്റർ MS മേനോൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വളരെ നല്ല ആളാണ്. ഒന്ന് പരിചയപ്പെടണം ഒന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിലെന്താ ബുദ്ധിമുട്ട്? എങ്കിൽ ഞാൻ ഒരു ദിവസം വീട്ടിൽ വരാം. നമുക്ക് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കാണാം. എന്താ? അങ്ങനെയാട്ടെ. എന്നാ ഞാൻ ഇറങ്ങുന്നു. വാസുള്ളേ സാർ, ആ നാരായണൻ ഇറക്കി വിട്ടേക്ക്. ശരി സാർ. ആഹാ, ഇനി എഴുന്നേറ്റില്ലേ? മണി എത്രയെന്ന് അറിയാമോ? ചേട്ടാ ചേട്ടാ, എഴുന്നേക്ക്. അങ്ങോട്ട് എഴുന്നേക്കാൻ. എഴുന്നേക്കില്ലല്ലേ? അമ്മേ, ഇത് കണ്ടോ? എത്ര വിളിച്ചിട്ട് ചേട്ടൻ എണീക്കുന്നില്ല. ഇനി അമ്മ എന്നെ വിളിക്ക്. അയ്യോ, എന്റെ പൊന്നു പെങ്ങളെ ചതിക്കല്ലേ. വേറെ ആരോട് പരാതിപ്പെട്ടാലും അമ്മയോട് മാത്രം പരാതിപ്പെടല്ലേ. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ അമ്മ പോയത്. നീ പരാതിപ്പെട്ടാൽ എന്നാ മര്യാദക്ക് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ? അതുകൊണ്ടല്ലേ സുഖമായി കിടന്നുറങ്ങാന്ന് വെച്ചത്. അത് പറ്റില്ല. ചേട്ടൻ കുളിച്ചു വന്നിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ഓ, അങ്ങനെയാണോ പരിപാടി? എന്നാ ഉടനെ കുളി പാസാക്കിയേക്കാം. ചേട്ടാ, കണ്ണടയ്ക്ക്. കൈ നീട്ടു. 2 കൈയും നീട്ടു. ഇഷ്ടമായോ? എന്റെ ജന്മദിന സമ്മാനമാണ്. ഇതിനുള്ള പണം നിനക്ക് എവിടെ കിട്ടി? എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പണമാണ്. നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പണം കൊണ്ട് നീ എനിക്ക് സൂട്ട് വാങ്ങിയോ? അതെ ചേട്ടാ, എന്റെ ചേട്ടൻ ഒരു സൂട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് കാണാൻ എത്ര കാലമായി ഞാൻ കൊതിക്കുന്നെന്നറിയാമോ? എന്നോമൽ സോദരിക്കെന്തു ഞാനേകും ഇന്നീ പുണ്യനാളിൽ. എന്നോമൽ സോദരിക്കെന്തു ഞാനേകും ഇന്നീ പുണ്യനാളിൽ. നിന്റെ മന്ദസ്മിതം ഒരു വാസന്തമായി എന്നിൽ